സൈഫുദ്ദീൻ, കൊല്ലം ജില്ലയിലും ശക്തമായ പോളിംഗ് തന്നെയാണ് രാവിലെ മുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 മണി വരെയുള്ള കണക്കെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 50%, അതായത് കൊല്ലം ജില്ലയിലെ ആകെ വോട്ടർമാരിൽ 50% പേർ 1 മണിക്കുള്ളിൽ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. കൊല്ലം കോർപ്പറേഷനിലാകട്ടെ 40% അടുത്തെത്തിയിരിക്കുന്നു പോളിംഗ് ശതമാനം. ഇനിയും മണിക്കൂറുകൾ ബാക്കിയുണ്ട്, 5 മണിക്കൂർ കൂടെ ബാക്കിയുണ്ട്. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തെക്കാൾ ഉയരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കഴിഞ്ഞ തവണ കൊല്ലം ജില്ലയിൽ -73% വോട്ടിംഗ് ശതമാനം. കൊല്ലം കോർപ്പറേഷനിലാകട്ടെ അത് 66%. അതിലൊരു ഉയർച്ച തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഉയരുന്ന വോട്ടുകൾ ആരുടെ പോക്കറ്റിലേക്ക് വീഴുന്നു എന്നുള്ളതാണ്, ആർക്ക് വേണ്ടിയാണ് ഇതിൽ വീഴുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈയുള്ള ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ആദ്യം തന്നെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചുകൊണ്ട് UDFന്റെ സ്ഥാനത്തു നിന്നൊക്കെ പ്രചരണമുണ്ടായി. ആ പ്രചരണങ്ങളെല്ലാം ഫലവത്തായി അത് വോട്ടായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പല പോളിംഗ് ബൂത്തുകളിലും രാവിലെ മുതൽ കണ്ട ക്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 7 മണിക്കൊക്കെ ഒരു മന്ദഗതിയിൽ ആരംഭിച്ചെങ്കിൽ 8-9 മണിയോടുകൂടി, അതായത് 11 മണി വരെയുള്ള സമയത്ത് നീണ്ട നിര തന്നെയായിരുന്നു ഓരോ പോളിംഗ് ബൂത്തുകൾക്കും ഉണ്ടായിരുന്നത്. ഇപ്പോൾ പലയിടത്തും കുറച്ച് മന്ദഗതിയിലായിക്കൊണ്ടുണ്ട്. ഇനി ഒരു 3 മണിക്ക് ശേഷമായിരിക്കും ഒന്ന് വെയിലൊക്കെ ഒന്ന് താഴ്ന്ന ഒരു സമയമാകുന്നതോടുകൂടി വീണ്ടും വലിയൊരു നിര തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പോളിംഗ് ഏജന്റുമാരൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ പാർട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം, തങ്ങൾക്ക് ഉറപ്പുള്ള വോട്ടുകളും അല്ലെങ്കിൽ വോട്ട് ചെയ്യാത്ത ആൾക്കാരെ കണ്ടെത്തി പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ജില്ലയിലെ പ്രധാന വോട്ടർമാർ, അതായത് മന്ത്രിമാരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 3 മന്ത്രിമാരാണുള്ളത്. ഗണേഷ് കുമാറും ഒപ്പം തന്നെ ബാലഗോപാലും ചിഞ്ചുറാണിയും അവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് പ്രധാന നേതാക്കൾ, MPമാരും MLAമാരും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള അക്കാര്യങ്ങളുമായി പോകുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഈ വോട്ടിംഗ് ശതമാനം കൂടി വരുമെന്നുള്ള പ്രതീക്ഷ നേരത്തെ എല്ലാ മുന്നണികളും പങ്കുവച്ചിരുന്നു. അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആർക്ക് അനുകൂലമാകുന്നു എന്നുള്ളത് 13-ാം തീയതി മാത്രമേ വ്യക്തമാവുകയുള്ളൂ. കൊല്ലത്തും പോളിംഗ് പെർസെന്റേജിൽ കാര്യമായ വർധനവുണ്ട്. ആലപ്പുഴയിലേക്ക് പോകാം. ഇസ്സത്ത് സുൽഫിക്കർ. ഇസ്സത്ത് 43.42% ഇതുവരെയുള്ള പോളിംഗ്. അത് വലിയ ഉയർച്ചയാണോ? എങ്ങനെയാണ് അതിനെ മുന്നണികൾ കാണുന്നത്? തീർച്ചയായിട്ടും സൈഫുദ്ദീൻ, ആലപ്പുഴയിലേക്ക് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 2 തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും, അതായത് കോവിഡ് കാലഘട്ടത്തിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും അതിനു മുൻപ് നടന്ന 2015 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച ഒരു പോളിംഗ് ശതമാനം ഉണ്ടാകാം എന്ന വിശ്വാസത്തിലാണ് ഇവിടെ മുന്നണികളും അതുപോലെ തന്നെ വോട്ടർമാരും. 2020 ഏകദേശം 77.4% വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കോവിഡ് ആയിരുന്നു. ആ പരിമിതികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരു മികച്ച പോളിംഗ് അന്ന് തെരഞ്ഞെടുപ്പ് നടന്ന 5 ജില്ലകളിൽ നിന്നും ആലപ്പുഴയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ വർഷവും ഇപ്പോൾ 49% പോളിംഗ് ജില്ലയിൽ ഉച്ചയ്ക്ക് രേഖപ്പെടുത്തുമ്പോൾ മികച്ച ഒരു പോളിംഗ് ഇവിടെ രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് മുന്നണികൾ. ഏകദേശം വൈകുന്നേരത്തോളം ആകുമ്പോൾ നമുക്ക് കൃത്യമായ ഒരു കണക്ക്, ചിലപ്പോൾ അത് കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച ഒരു ഭൂരിപക്ഷത്തിലുള്ള പോളിംഗ് ആവാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചിരിക്കുന്ന മണ്ഡലം ഇപ്പോൾ ആലപ്പുഴ നഗരസഭയിൽ തന്നെയാണ്. ആലപ്പുഴ നഗരസഭയിൽ ഏകദേശം 40% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചായത്തുകളിലേക്ക് നോക്കുമ്പോൾ ഹരിപ്പാടാണ് പഞ്ചായത്തുകളിലേക്ക് നോക്കുമ്പോൾ ചെങ്ങന്നൂരാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല പല മന്ത്രിമാരും അതുപോലെ തന്നെ മന്ത്രി പി പ്രസാദ് രാവിലെ വോട്ട് ചെയ്തിരുന്നു. KC വേണുഗോപാൽ രാവിലെ വോട്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന് ഫ്ലൈറ്റ് ഉള്ളതുകൊണ്ട് ഏറ്റവും രാവിലെ തന്നെ വന്ന് അദ്ദേഹം വോട്ട് ചെയ്ത് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഷാനിമോൾ ഉസ്മാൻ ഇവിടെ ആലപ്പുഴ നഗരസഭയിലെത്തി വോട്ട് ചെയ്തിരുന്നു. ഇനി മാത്രമല്ല, ഒരു ട്രെൻഡ് പറയുകയാണെങ്കിൽ സ്ത്രീ വോട്ടർമാരാണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിച്ചത്. മാത്രമല്ല വയോധികർ അവരുടെ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം G. സുധാകരൻ എത്തിയ കാര്യമായിരുന്നു. G. സുധാകരൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവശ്യ നിലയിലായിരുന്നു. അവശ്യ നിലയെല്ലാം അതിനെ പരിണമിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് വോട്ട് ചെയ്യാൻ, തന്റെ ജീവിതത്തിൽ ഇതുവരെ താൻ വോട്ട് ചെയ്യാതെ ഇരുന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിലും തനിക്ക് വോട്ട് ചെയ്തേ മതിയാകൂ എന്ന വാശിയിൽ അദ്ദേഹം ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. സൈഫുദ്ദീൻ, ശരി, പത്തനംതിട്ടയിലേക്ക് പോകാം. നന്ദുഷയുണ്ട്. നന്ദുഷ, ശബരിമല അടക്കം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയിലെ ജനവിധി പ്രത്യേകം ഉറ്റുനോക്കുന്ന ഒന്നാണ്. ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ, ഉച്ചയിലേക്ക് കടക്കുമ്പോൾ എത്ര വലിയ ആവേശം അവിടെ വോട്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ട്? എങ്ങനെ വിലയിരുത്താം ഇതുവരെയുള്ള പോളിംഗ് പെർസെന്റേജ്?
സൈഫുദ്ദീൻ, ആകെ 10,62,000 വോട്ടുള്ള ജില്ലയാണ് പത്തനംതിട്ട. ഈ ജില്ലയിലെ പകുതിയോളം വോട്ടർമാർ ഇതിനോടകം തന്നെ പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതുവരെ ജില്ലയിൽ രേഖപ്പെടുത്തിയത് 46% വോട്ടാണ്. അതായത് ആകെ വോട്ടർമാരുടെ പകുതിയോളം ഇതിനോടകം തന്നെ പോളിംഗ് ബൂത്തിൽ എത്തി എന്ന് തന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വനമേഖല ഏറ്റവും അധികമുള്ള കേരളത്തിലെ ജില്ലകൾ ഒന്നുകൂടിയാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ കോന്നി, റാന്നി, സീതത്തോട്, ആങ്ങാമൂഴി, ഗവി പോലെയുള്ള സ്ഥലങ്ങളിലെ ഉൾപ്രദേശങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകൾ പോലും കൃത്യമായി വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ 69.7% ജില്ലയിലെ ആകെ വോട്ടിംഗ് ശതമാനം. ഇത്തവണ അതിനേക്കാൾ ഉയരത്തിൽ വോട്ട് പോൾ ചെയ്യുമെന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്ന വോട്ടിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമാകുന്നത്. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനമുള്ള നഗരസഭ ജില്ലയിൽ പന്തളം തന്നെയാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മത്സരം നടക്കുന്ന, ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന നഗരസഭയാണ് പന്തളം. പന്തളത്ത് ഇതുവരെ 50% വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. മൂന്ന് മുന്നണികളും മത്സരിച്ച്, അതായത് ഇഞ്ചോടിഞ്ച് പ്രചരണം നടത്തിയ പന്തളം നഗരസഭയിൽ BJP-യാണ് കഴിഞ്ഞ തവണ അപ്രതീക്ഷിത വിജയം നേടിയത്. എന്നാൽ ഇത്തവണ BJP-യുടെ കോട്ട പൊളിക്കുമെന്ന് കച്ച കെട്ടിയിറങ്ങിയ ഇടതുമുന്നണിയും UDF-ഉം BJP-ക്കെതിരായി ശക്തമായ പ്രചരണമാണ് നടത്തിയത്. ഈ പ്രചരണത്തിന്റെ കൂടി ഫലമായിരിക്കാം 49.22% വോട്ട് ഇതുവരെ പന്തളം നഗരസഭയിൽ പോൾ ചെയ്തു. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഈ സമയം ചിലപ്പോൾ 50 കടന്നേക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുകയാണ്. അടൂർ നഗരസഭയിലും പത്തനംതിട്ട നഗരസഭയിലും 45% വോട്ടുകൾ പോൾ ചെയ്ത് കഴിഞ്ഞു. തിരുവല്ല നഗരസഭയിൽ മാത്രമാണ് പോളിംഗ് നേരിയ രീതിയിൽ കുറവുള്ളത്. 39% മാത്രമാണ് തിരുവല്ല നഗരസഭയിൽ ഇതുവരെ പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ബാക്കി വോട്ടർമാരെ ഉടൻ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ രാഷ്ട്രീയ പാർട്ടികൾ. ഏതായാലും ബൂത്ത് ഏജന്റുമാരുടെ നേതൃത്വത്തിൽ ഇതുവരെ പോളിംഗ് സ്റ്റേഷനിൽ എത്താത്ത ആളുകളുടെ ലിസ്റ്റ് കൃത്യമായി ഉച്ചയോടുകൂടി തന്നെ പാർട്ടികളുടെ പക്കലെത്തും. അതോടുകൂടി തന്നെ ഓരോരുത്തരുടെ വീട്ടിലെത്തി ഇനി ആരെങ്കിലും വോട്ട് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരെയും 6 മണിക്ക് മുൻപ് തന്നെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ മുന്നണികൾ മുന്നോട്ട് പോകുന്നത്. പത്തനംതിട്ട ജില്ലയുടെ പൊതുചിത്രം എടുത്താൽ കനത്ത പോരാട്ടമാണ്. സീഫു എന്നോട് സംസാരിച്ചു പറഞ്ഞതുപോലെ തന്നെ. അവസാനമായി കൊച്ചിയിലേക്ക് പോകാം. മുഹ്സിനുണ്ട്. മുഹ്സിന, കോർപ്പറേഷനിലടക്കം കടുത്ത പോരാട്ടം നടക്കുന്ന വിവിധ ഭാഗങ്ങൾ എറണാകുളം ജില്ലയിലുണ്ട്. ഉച്ചയിലേക്ക് അടുക്കുമ്പോൾ എല്ലായിടങ്ങളിലും കനത്ത തിരക്കാണ് പോളിംഗ് ബൂത്തിൽ കാണുന്നത്. എന്താണ് അവസ്ഥ? സൈഫുദ്ദീൻ, എറണാകുളം ജില്ലയെ സംബന്ധിച്ച് മികച്ച പോളിംഗ് ശതമാനം തന്നെയാണുള്ളത്. ഇപ്പോൾ 50% കടന്നു എന്ന് തന്നെയാണ് അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. രാവിലെ മുതൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വലിയ തിരക്കാണ് വിവിധ പോളിംഗ് ബൂത്തുകളിൽ രേഖപ്പെടുത്തിയത്. ആളുകളുടെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള വോട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ നട്ടുച്ച വെയിലാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ പലയിടങ്ങളിലും ബൂത്തുകൾ ചിലയിടങ്ങളിൽ കാലിയായിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ ആളുകൾ വളരെ കമ്മിയാണ്. പക്ഷേ ഒരു 3 മണിയോടുകൂടി വീണ്ടും ആളുകൾ വലിയ രീതിയിൽ എത്തുകയും വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ 50% മുകളിൽ ആയി എന്നുള്ളത് ഒരു ശുഭസൂചന തന്നെയാണ്. കൂടുതൽ ആളുകൾ വീണ്ടും വോട്ട് ചെയ്യാൻ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വെയിൽ അല്പം മങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ വീണ്ടും പോളിംഗ് ബൂത്തുകളിലേക്ക് സജീവമായി തന്നെ എത്തും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലാകെ 26,67,746 വോട്ടർമാരാണുള്ളത്. ഇതിൽ ഏകദേശം ഒരു 12 ലക്ഷത്തിന് മുകളിൽ ആളുകൾ ഇതുവരെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. 52 പഞ്ചായത്തുകളും 14 ബ്ലോക്ക്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലെ 28 ഡിവിഷൻ, നമുക്കറിയാം കൊച്ചി കോർപ്പറേഷൻ, അതുപോലെ തന്നെ 13 മുനിസിപ്പാലിറ്റികളിലേക്കാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ്. വലിയ രീതിയിൽ നമുക്കറിയാം 3 മുന്നണികളും വമ്പിച്ച പ്രചാരണവുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച് കുറെ കാലങ്ങളായിട്ട് UDF-ന് ഒരു പ്രാധാന്യം, അതായത് അവർക്ക് കൂടുതൽ മുൻഗണന ഉള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ UDF സീറ്റ് നിലനിർത്താനുള്ള വലിയ ശ്രമം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDF ഇത്തവണയെങ്കിലും ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിന്റെ പുറത്താണ് ഇത്തരത്തിലുള്ള സജീവ പ്രവർത്തനങ്ങളുമായൊക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. കൊച്ചി കോർപ്പറേഷനിലാണ് മറ്റൊരു കാര്യം. അതായത് നിലവിൽ LDF, UDF, അതുപോലെ തന്നെ BJP-ക്ക് 5 സീറ്റുള്ള സ്ഥലമാണ്. എന്താണെങ്കിലും ഭരണം നിലനിർത്താൻ LDF വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളുമായാണ് മുന്നോട്ട് പോയത്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ഭരണം ഇത്തവണ ഏത് വിധേനയും അത് പിടിച്ചെടുക്കണമെന്നുള്ള
രീതിയിലുള്ള വലിയ രീതിയിലുള്ള പ്രചാരണവുമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. UDFനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും കൊച്ചി കോർപ്പറേഷനാണെങ്കിലും വിമതന്മാരുടെ ശല്യം വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ്. പക്ഷേ ആ വെല്ലുവിളികളൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ട് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് UDF പറയുന്നത്. എന്താണെങ്കിലും നല്ല രീതിയിലുള്ള പോളിംഗ് തന്നെയാണ് വിവിധ ബൂത്തുകൾ രേഖപ്പെടുത്തിയത്. എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം ജില്ലയിലും പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലം പറവൂരാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ രാവിലെ തന്നെ അദ്ദേഹം പോയി വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മന്ത്രി P. രാജീവ് തുടങ്ങി പ്രമുഖ മന്ത്രിമാർ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. സിനിമാ മേഖലയിലുള്ള പ്രമുഖ ദിലീപ് അടക്കം നമുക്കറിയാം ഇന്നലെ കൊച്ചിയിലെ ചിത്രവും വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ റിപ്പോർട്ടുകളിലേക്കും